വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. നിങ്ങൾ ഇൻ്റർനെറ്റിൽ കുറേ ആഡ്സ് കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു മാസം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അടയ്ക്കുകയാണെങ്കിൽ 1 കോടി രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റ് അങ്ങനെ ഒരു പോളിസിയെ പറ്റി ഇന്നേ വരെ നിങ്ങളോട് സംസാരിച്ചിട്ടും ഇല്ലായിരിക്കാം. അതുമാത്രമല്ല, നിങ്ങളിപ്പം അവരോട് ഒരു 1 കോടി രൂപയുടെ പോളിസി വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്ന പോളിസിയുടെ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു മാസം ചിലപ്പം ഒരു 25,000 അല്ലെങ്കിൽ ഒരു വർഷം ചിലപ്പോൾ ഒരു 1 ലക്ഷമോ 1.5 ലക്ഷമോ ആയിരിക്കാം. ആ പോളിസി എന്ന് പറയുന്നത് എൻഡോമെൻറ്റ് പോളിസി ആയിരിക്കാം, അല്ലെങ്കിൽ ഹോൾ ലൈഫ് പോളിസി ആയിരിക്കാം, അല്ലെങ്കിൽ മണി ബാക്ക് പോളിസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെൻഷൻ പ്ലാൻ ആയിരിക്കാം. അതുമാത്രമല്ല, ഇനി ഒരു മാസം 500 രൂപ വെച്ച് അടയ്ക്കുന്ന ഏതൊരു സ്കീമിനെ പറ്റി അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ തരുന്ന പോളിസിയുടെ കവറേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ മാക്സിമം ഒരു 5 ലക്ഷം രൂപ കാണുമായിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡ് ആ 500 രൂപ അടച്ചാൽ 50 ലക്ഷമോ 1 കോടിയോ കവറേജ് തരുന്ന ആ ഇൻഷുറൻസ് പോളിസിയെ പറ്റിയാണ്. ആ പോളിസിയുടെ പേര് ടേം ഇൻഷുറൻസ് പോളിസി എന്നാണ്. അതായത് നമ്മൾ അടച്ചാൽ തിരിച്ചു കിട്ടാത്ത പോളിസിക്കാണ് ഈ ടേം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ടേം ഇൻഷുറൻസ് പോളിസീസിൻ്റെ ഫീച്ചേഴ്സും ഹൈലൈറ്റ്സും ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതുമാത്രമല്ല, എന്തിനാണ് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതെന്നും അത് എപ്പോഴാണ് എടുക്കേണ്ടതെന്നും അത് എത്ര രൂപയുടെ കവറേജ് ഉള്ള ഒരു പോളിസിയാണ് എടുക്കേണ്ടതെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവും അഫോർഡബിളും ഏറ്റവും സിമ്പിളും ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ അത് പ്യുവർ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അതായത് നിങ്ങളൊരു ഫിക്സഡ് പ്രീമിയം ഒരു ഫിക്സഡ് പീരീഡിലത്തേക്ക് പേ ചെയ്യുന്നു. ആ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ആ പോളിസി എക്സ്പയർ ആകും. ആ പ്രീമിയം എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ കവറേജിനെയും അതുപോലെ എൻട്രി ഏജിനെയും അതുപോലെ എന്തെങ്കിലും ആഡ് ഓൺസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടേം ലൈഫ് ഇൻഷുറൻസിനെ പ്യുവർ ടേം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എടുക്കുന്ന പോളിസിക്ക് മണി ബാക്കോ അല്ലെങ്കിൽ വേറെ ആഡ് ഓൺസോ ഒന്നും കാണരുത്. ഇനി പ്യുവർ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസീസിൻ്റെ കീ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ കാര്യം ലോ പ്രീമിയം തന്നെയാണ്. ഒരു 50 ലക്ഷം രൂപയുടെ കവറേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആനുവലി ഒരു 10,000 രൂപ അറൗണ്ട് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു 50 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേം ഇൻഷുറൻസിന് കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും കൊടുക്കേണ്ടി വരുമായിരിക്കും. ഇനി ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ അടുത്ത കീ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു, ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഓഫർ ചെയ്യുന്ന സ്കീംസിൽ നമുക്ക് ഏറ്റവും അഫോർഡബിളും അതുപോലെ മനസ്സിലാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്കീമേ ഉള്ളൂ. അത് പ്യുവർ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ടേം ലൈഫ് ഇൻഷുറൻസിൻ്റെ മൂന്നാമത്തെ കീ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ തന്നെയാണ്. അതുതന്നെയാണ് ഒരു ടേം ലൈഫ് ഇൻഷുറൻസിൻ്റെ പർപ്പസും. അതുപോലെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആഡ് ഓൺസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് എക്സ്ട്രാ കവറേജ്, അതുപോലെ ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിനൊരു കവറേജ്, അങ്ങനെ പലതും. മാത്രമല്ല, ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 30 വർഷത്തെ പോളിസി എടുക്കുകയാണ് ഒരു 50 ലക്ഷത്തിൻ്റെ. നമ്മൾ ഓരോ വർഷവും 10,000 രൂപയായിരിക്കും അടയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 30 വർഷം നമ്മൾ ഓരോ വർഷവും 10,000 രൂപ വെച്ച് അടയ്ക്കുന്നു. അങ്ങനെ 30 വർഷത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ആ പോളിസി എക്സ്പയർ ആവുന്നു. നമുക്കതിൽ നിന്ന് റിട്ടേൺസ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ അതുകൊണ്ട് ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി അഥവാ പ്യുവർ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു നല്ല ഇൻഷുറൻസ് പോളിസി അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഞാൻ എൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ 7 ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ടേം ഇൻഷുറൻസ് പോളിസിയാണ്, 2 എൻഡോമെൻറ്റ് പോളിസിയാണ്, 3 മണി ബാക്ക് പോളിസിയാണ്, 4 ഹോൾ ലൈഫ് പോളിസിയാണ്, 5 യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ അഥവാ യുലിപ്പാണ്, 6 ചൈൽഡ്സ് പ്ലാനാണ്, 7 റിട്ടയർമെൻറ്റ് പ്ലാനാണ്. ഇതിൽ മെജോറിറ്റി ആൾക്കാരും എടുത്തിരിക്കേണ്ട പോളിസി എന്ന് പറഞ്ഞാൽ അത് ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ലൈഫ് ഇൻഷുറൻസിനായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടയർമെൻറ്റും ചൈൽഡ്സ് പ്ലാനൊക്കെ വരുന്നത്. അതിനർത്ഥം എല്ലാവരും പോയി ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കണമെന്നുമല്ല. ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഞാൻ 2 എക്സാമ്പിൾസ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. അതിൽ ആദ്യത്തെ എക്സാമ്പിളിൽ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 30 വയസ്സുള്ള ഒരു മാരീഡ് മാനാണ്. അയാളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചു. അയാൾക്കൊരു ഹോം ലോൺ ഉണ്ട്, അതൊരു 30 ലക്ഷം രൂപയാണ്. അയാളുടെ കാർ ലോണും പേഴ്സണൽ ലോണും കൂടെ ഒരു 20 ലക്ഷം രൂപ വരും. സോ അയാളുടെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയാണ്. ഇനി അയാളുടെ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ അയാളുടെ വൈഫുണ്ട്, പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ കിഡ്സും ഉണ്ട്, പിന്നെ പേരൻസും ഉണ്ട്. സോ പുള്ളിക്ക് ഇപ്പോൾ നാളെ ഒരു ആക്സിഡൻ്റൽ ഡെത്തോ വല്ല സംഭവിക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഫാമിലിക്ക് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വേണമല്ലോ. ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷനാണ് ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പുള്ളി എത്ര രൂപയുടെ കവറേജ് ആയിരുന്നു എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുള്ളിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയായിരുന്നു. അതുപോലെ പുള്ളിക്ക് കിഡ്സ് ഉണ്ട്, ഒരു വൈഫുണ്ട്, പേരൻസ് ഉണ്ട്. അതുപോലെ പുള്ളിയുടെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ 10 ലാക്സുമാണ്. ഒരു സിമ്പിൾ റൂൾ എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 10-20 ടൈംസ് ആണ്. സോ ഈ കേസിൽ പുള്ളിയുടെ
ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്. അപ്പോൾ അതിൻ്റെ ഒരു 20 times കൂട്ടിയാൽ ഒരു 2 crore വരും. പിന്നെ പുള്ളിയുടെ ലൈബിലിറ്റി ഉണ്ട്, അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 50 lakhs വരും. സോ ഐഡിയലി ഒരു പുള്ളിയുടെ ലൈഫ് കവർ എന്ന് പറഞ്ഞാൽ ഒരു 2.5 crore റേഞ്ചിൽ ആയിരിക്കണം. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 60-year-old മാൻ്റെ ആണ്. സപ്പോസ് പുള്ളിയുടെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു 10 lakhs ആണെന്ന് വെച്ചു. അതുപോലെ പുള്ളിക്ക് വേറെ ലൈബിലിറ്റീസ് ഒന്നുമില്ല. പുള്ളിയുടെ വൈഫും വർക്കിംഗ് ആണ്, അതുപോലെ ചിൽഡ്രനും വർക്കിംഗ് ആണ്. അതുപോലെ പുള്ളിയുടെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ 1 crore ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് ആക്ച്വലി ലൈഫ് ഇൻഷുറൻസ് കവറേജിൻ്റെ ആവശ്യമില്ല. സോ ഏതെങ്കിലും ഒരു ഏജൻറ്റ് പുള്ളിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒരു പോളിസി വിൽക്കുകയാണെങ്കിൽ അതൊരു മിസ്സെല്ലിംഗ് ആയിരിക്കും. ഇത്രയുമാണ് ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ബേസിക് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസീസിൻ്റെ കീ ഹൈലൈറ്റ്സ് ആണ്. അതിൽ ആദ്യം തന്നെ പറഞ്ഞുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി ആവശ്യമുണ്ടെങ്കിൽ എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുപോലെ നിങ്ങൾ ആവശ്യം വന്നപ്പം ഒരു 30 വർഷത്തെ പോളിസി എടുത്തു, പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുവാണെങ്കിൽ അത് പിന്നെ റിന്യൂ ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെയും പ്രീമിയം നമ്മൾ ഏജ് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. സോ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രീമിയം കുറഞ്ഞിരിക്കും നമ്മുടെ ലൈഫ് ലോങ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടോ ഒരു ടേം ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സേഫ്റ്റി നിങ്ങൾക്ക് തരത്തില്ല. വേറെ ഇൻഷുറൻസ് പോളിസികളും ഈ പറയുന്ന 50 ലക്ഷത്തിൻ്റെ 1 കോടിയുടെ ഒക്കെ കവറേജ് തരുമായിരിക്കും. പക്ഷേ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം ലൈഫ് ഇൻഷുറൻസിൽ അടയ്ക്കുന്നതിനേക്കാളും ഒരു 10-20 ഇരട്ടിയായിരിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊട്ടക്ഷനാണ്, അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത എക്സാമ്പിളിലെ പോലെ ഒരാൾക്കിപ്പോൾ ഒരു 50 ലക്ഷം രൂപയുടെ ലൈബിലിറ്റി ഉണ്ടെങ്കിൽ പുള്ളിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഡെപ്റ്റ് റീപേ ചെയ്യേണ്ടത് പുള്ളിയുടെ ഫാമിലിയാണ്. സോ പുള്ളിയുടെ ഫാമിലി ചിലപ്പം ആ ഡെപ്റ്റ് റീപേ ചെയ്യാനായിട്ട് പ്രോപ്പർട്ടിയോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും വിറ്റു എന്ന് വരാം. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇതുപോലൊരു പോളിസി എടുക്കുന്നത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് റിന്യൂ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. ഇപ്പം നിങ്ങൾക്കൊരു 50 ലക്ഷം രൂപയുടെ കവറേജിന് ഓരോ വർഷം 10,000 രൂപ അടച്ചാൽ മതിയായിരിക്കും. പക്ഷേ നിങ്ങൾ വേറെ ഏതൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസിലാണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ ചിലപ്പം 25,000, 50,000, 1 ലക്ഷം രൂപ ആയേക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം കുറയുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പോളിസിയുടെ ബെനിഫിറ്റ്സും കിട്ടത്തില്ല, നിങ്ങളുടെ കവറേജോടെ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി 25-ാം വയസ്സിലും എടുക്കാം, 35-ാം വയസ്സിലും എടുക്കാം, 45-ാം വയസ്സിലും എടുക്കാം. പക്ഷേ അതിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏജ് കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ നിങ്ങളൊരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്യുവർ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിരിക്കണം. അതായത് അതിൻ്റെ അകത്ത് വേറെ ആഡ് ഓൺസോ മണി ബാക്കോ അങ്ങനെയൊന്നും കാണരുത്. അങ്ങനെ മെച്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാത്ത ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാണ് നമ്മൾ പ്യുവർ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഈ ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആഡ് ഓൺസും റൈഡേഴ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രീമിയം അതിനനുസരിച്ച് തന്നെ കൂടുകയും ചെയ്യും. ഇനി നിങ്ങളൊരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ അതിൻ്റെ കവറേജ് എത്രയാണെന്നുള്ളത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് എത്രയാണെന്ന് നോക്കുക, നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണോ അതിൻ്റെ ഒരു 10-15 ടൈംസ് എടുക്കുക. അതുപോലെ നിങ്ങളുടെ ചൈൽഡിൻ്റെ എഡ്യൂക്കേഷനും മാരേജിന് വേണ്ടിയിട്ട് എത്രയാണ് വേണ്ടത് അതിൻ്റെ എല്ലാം ഒരു ടോട്ടൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല ഒരു ഡീസൻറ്റ് കവറേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഇൻകത്തിൻ്റെ ഒരു 10-20 ടൈംസ് ആണ്. അതും എഗെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലയബിലിറ്റീസിനെയും ലൈഫ് സ്റ്റൈലിനെയും തന്നെയാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളൊരു ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഫിക്സഡ് പ്രീമിയം ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്. ആ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ആ പോളിസി എക്സ്പയർ ആവുകയും ചെയ്യും. സോ സപ്പോസ് നിങ്ങളൊരു 50 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുകയാണ്, അതിൻ്റെ ആനുവൽ പ്രീമിയം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 30 വർഷമാണെങ്കിൽ നിങ്ങൾ 30 വർഷം 10,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കും. സോ 30 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ പോളിസി എക്സ്പയർ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റ് ഒന്നും കിട്ടത്തുമില്ല. സോ 30 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ടോട്ടലി 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഒന്നും കിട്ടത്തുമില്ല. ഇനി ഇതേ പോളിസി എടുത്ത വേറൊരാൾ 15 വർഷം പ്രീമിയം അടച്ചു, 16 വർഷമായപ്പോഴത്തേക്ക് പുള്ളിക്കൊരു ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ പുള്ളിയുടെ പോളിസി ആ 16 വർഷം അവിടെ എക്സ്പയർ ആവുകയാണ്. സോ പുള്ളിയുടെ ബെനിഫിഷ്യറിക്ക് ആ പോളിസിയുടെ കവറേജായ 50 ലക്ഷം രൂപ പേ ചെയ്യുന്നതായിരിക്കും. ഇനി പുള്ളി ആഡ് ഓൺ ആയ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളിയുടെ ബെനിഫിഷ്യറിക്ക് 50 ലക്ഷം രൂപയല്ല 1 കോടി രൂപ ആയിരുന്നിരിക്കും കിട്ടുന്നത്. ഇന്ത്യയിൽ ടേം ഇൻഷുറൻസ് പോളിസി ഒട്ടും പോപ്പുലർ അല്ല.
അതിൻ്റെ പ്രൈമറി റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത് അടച്ചാൽ തിരിച്ചു കിട്ടാത്ത പ്രീമിയം ആയതുകൊണ്ടാണ്. പക്ഷേ ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഉള്ള ഒരാൾ ഏറ്റവും അത്യാവശ്യമായിട്ട് എടുക്കേണ്ട ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ടേം ഇൻഷുറൻസ് പോളിസിയാണ്. കാരണം ലൈഫ് ഇൻഷുറൻസിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും നല്ല കവറേജ് തരുന്ന ഒരു പോളിസിയേ ഉള്ളൂ, അത് ടേം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ഇനി ഈ ഒരു പോളിസി എന്തുകൊണ്ടാണ് പോപ്പുലർ അല്ലാത്തതെന്നുള്ളത് എൻ്റെ അപ്കമിങ് എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.